നവകേരള സദസ്സിൽ പ്രതിഷേധം ഇനിയും ഉണ്ടാകുമെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ സദസ്സുകൾ നാളെ ആരംഭിക്കാനിരിക്കെയാണ് പ്രതികരണം. പ്രതിഷേധങ്ങൾ സർക്കാരിൻ്റെ സമീപനം അനുസരിച്ചാണ് പ്രതിഷേധം. ആളുകളെ കരുതൽ തടങ്കലിൽ അടയ്ക്കുകയും കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്താൽ തിരിച്ചടി ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. ആളുകളെ അടിച്ചാൽ തിരിച്ചടിക്കും. പ്രതിഷേധം നമ്മുടെ ജനാധിപത്യപരമായ അവകാശമാണ്. കാരണം കേരളത്തിൽ ഒരാൾക്കും പ്രയോജനമില്ലാതെ, ഒരാളുടെ കണ്ണീരൊപ്പാതെ, ഒരാളുടെ സങ്കടം മാറ്റാതെ കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ച് കള്ളപ്പിരിവ് നടത്തി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ആർഭാട സദസ്സായിരുന്നു നവകേരള സദസ്സെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടു. അപ്പം അതിനെതിരായി പ്രതിഷേധം ഉണ്ടാവും. അതിൽ ആ പാവപ്പെട്ട പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ തീരുമാനിച്ച് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അപ്പോൾ അതിനതിൻ്റേതായ രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങളതിനെ നേരിടും. ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിലുണ്ടാവില്ല. നവകേരള സദസ്സിന് നേരെ ഇനിയും പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് മന്ത്രി P.A. മുഹമ്മദ് റിയാസിന്റെ മറുപടി. ഉത്സവം തല്ലിപ്പിരിക്കാൻ ശ്രമിക്കുന്നവരെ പോലെയാണ് പ്രതിപക്ഷത്തിന്റെ സമീപനം. പ്രതിപക്ഷ നേതാവ് ഈ നിലപാട് തുടർന്നാൽ ആളുകൾ കൂടുതൽ ആവേശത്തോടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ നവകേരള സദസ്സ് അഭൂതപൂർവമായ വിജയമായിരുന്നു. അതിൽ വലിയൊരു പങ്ക് കേരളത്തിലെ പ്രതിപക്ഷവും വഹിച്ചിട്ടുണ്ട്. അതിന് അവരോട് പ്രത്യേകം, പ്രതിപക്ഷത്തെ എല്ലാവരോടല്ല, ചില നേതാക്കന്മാരോട് പ്രത്യേകം നന്ദി പറയണം. പണ്ട് ഈ ഉത്സവങ്ങൾ തല്ലിപ്പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടി നടത്താറുണ്ട്, അടിയും കച്ചറയും ഉണ്ടാക്കുക. അങ്ങനെ ഉത്സവപ്പറമ്പിലേക്ക് ആള് വരാതിരിക്കാൻ വേറെ എതിർ സെറ്റ് ചെയ്യുന്ന പരിപാടി, ഇതുപോലെയൊക്കെയുള്ള പരിപാടിയൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്ന് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. വലിയ നിലയിൽ ആളുകളാണ് വന്നത്. നവകേരള സദസ്സ് അഭൂതപൂർവ്വം വിജയമായിരുന്നു.